2026 മാർച്ച് 28 ശനിയാഴ്ച. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ഇന്നിപ്പോ 29ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. GCC രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളാണ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. UAE ഉൾപ്പെടെ എല്ലാ GCC രാജ്യങ്ങളുടെ നേർക്കും ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. UAE കെസാദ് മേഖലയിൽ ഖലീഫ എക്കണോമിക് സോണിനടുത്ത് മിസൈൽ ഇന്റർസെപ്ഷൻ ഉണ്ടായി. അവശിഷ്ടങ്ങൾ വീണ 5 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റതെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഇവരെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. മൈനർ ടു മോഡറേറ്റ് ഇഞ്ചുറിയാണ് ഇവർക്കൊക്കെ ഉണ്ടായത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ജീവാപായം ഉണ്ടാകുന്ന സാഹചര്യങ്ങളില്ല എന്നും അറിയിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി അനന്തര നടപടികൾ സ്വീകരിക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു എന്നാണ് ഖലീഫ എക്കണോമിക് സോണുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ്. UAE മാത്രമല്ല, ഒമാനിലെ സലാലയില് പോർട്ടിന് നേരെ 2 ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജീവനക്കാരന് പരിക്കേറ്റു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സലാലയിൽ നിന്നും നമുക്ക് നൽകാനുള്ളത്. അവിടുത്തെ ഒരു ക്രെയിൻ സംവിധാനം തകരാറിലായി കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും അവർ പറയുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയാണിത്. അവരുടെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ വ്യക്തമാകുന്നതെന്ന് ഒമാൻ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സൗദി അറേബ്യയിൽ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിന് നേർക്കുള്ള ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തങ്ങളുടെ 12 സൈനികർക്ക് പരിക്കേറ്റു എന്ന് ഇവിടങ്ങളിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇറാനെതിരെ ഫെബ്രുവരി 28 സൈനിക നടപടി തുടങ്ങിയതിനു ശേഷം ഇതുവരെ 300-ലധികം സൈനികർക്ക് US സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംഘർഷങ്ങളിൽ ഇതുവരെ 13 US സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ഇറാനിലെ ഖൊണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രയേൽ സേന ബോംബിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാവും. ആണവ വികിരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇറാനിലെ പവർ പ്ലാന്റുകൾ 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന് US പ്രസിഡന്റ് പറയുന്നതിനിടയിലാണ് ആണവ കേന്ദ്രത്തിന് നേരെ അടക്കം ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യാവസായിക താൽപര്യ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കുമെന്നും ഇറാൻ പ്രതികരിച്ചിരിക്കുന്നതാണ് മറ്റൊരു അപ്ഡേറ്റ് ആയി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഒരു ടോൾ പിരിവ് പോലത്തെ സംഭവം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കപ്പലുകൾ കടത്തിവിടാൻ ഇവരിൽ നിന്നൊരു നിശ്ചിത ഫീസ് ഇറാനിയൻ സൈന്യം ഈടാക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു കാരണവശാലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യമുള്ള രാജ്യങ്ങളിലെ കപ്പലുകളും അവരുടെ കപ്പലുകളും കടത്തിവിടില്ല എന്ന് ഇറാനിയൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് കപ്പലുകളിൽ നിന്നുമാണ് ഇപ്പോൾ ടോൾ പിരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നീക്കം ഹോർമൂസ് കടലെടുക്ക് കേന്ദ്രമാക്കി ഇറാൻ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ പശ്ചിമേഷ്യൻ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ. അപ്പൊ ഈ ഒരു സംഭാഷണത്തിൽ US ശതകോടീശ്വരൻ ഇലോൺ മസ്കും പങ്കെടുത്തു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയിൽ എന്തിനാണ് മസ്കിനെ പോലെ ഒരു മൂന്നാമതൊരാൾ പങ്കെടുത്തത് എന്നുള്ളതാണ് അസാധാരണത്വമായി ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമേഷ്യൻ വിഷയവുമായി ബന്ധപ്പെട്ടാണോ അതോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മസ്കിന്റെ വ്യാപാര താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണോ മസ്കിന്റെ സാന്നിധ്യം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് വൃത്തങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ നടത്തിയ സ്റ്റേറ്റ്മെന്റിലും മസ്കിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്ന് GCC മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ഇറാന്റെ വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണവും അതിന്മേലുള്ള പ്രതിരോധവും നടന്നത് എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയി അറിയിക്കാനുള്ളത്.